ഹായ് ഹലോ എല്ലാവർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ വയസ്സ് എത്രയായി 30 എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ആ വിശേഷങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് തീരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സിനിമയുടെ ഡയറക്ടറും പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കലാഭവൻ സരിക ചേച്ചിയാണ്. ചേച്ചി ചാറ്റ് മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാറ്റ്. ഒരു റൗണ്ട് ഞങ്ങൾ കഴിഞ്ഞതായിരുന്നു സിനിമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ബാക്കിയുള്ളവരോട്. അപ്പം എന്തായാലും ഇപ്പോൾ ഡയറക്ടർ സാറിന് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിലും ഇതിൻ്റെ പോസ്റ്ററൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ഫിലിമാണെങ്കിൽ കൂടി ഇത് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് വളരെ സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് സാർ ഇങ്ങനത്തെ ഒരു പടത്തിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ കാര്യം വയസ്സെത്രയായി എന്ന പേര് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മലബാർ മേഖലകളിൽ 40-40 വയസ്സായിട്ടും പെണ്ണ് കെട്ടാൻ കഴിയാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്ക് പെണ്ണ് കിട്ടാനില്ല. എന്താ പറയുക, എന്താ ഗവൺമെൻറ് ജോലിയുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുണ്ടോ, അങ്ങനെയുള്ളവർക്ക് ഒരു പ്രയാസമില്ല. അതേസമയത്ത് സാധാരണ ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു യാഥാർത്ഥ്യം മലബാറിൽ പ്രത്യേകിച്ച്, എല്ലാം ഞങ്ങൾ പറയുന്നില്ല, മലബാറിൽ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരു സാമൂഹ്യ വ്യവസ്ഥിത പ്രശ്നമാണോ അതോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിനിമ എടുത്താൽ ആൾക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളൊരു സിനിമ എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഒരു കഥ ഷിജു പറഞ്ഞപ്പോൾ കൊള്ളാം. ഈ കഥയിൽ വെറും ഒരു സിനിമ കഥ മാത്രമല്ല, അതിൻ്റെ അകത്തൊരു ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു കഥയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഇതിന്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖം അതിനകത്ത് നമ്മൾക്ക് ഇപ്പോൾ കാണുന്നില്ല. ഗസ്റ്റ് റോൾ ആയിട്ടാണ് അങ്ങനെയല്ല, ഞാൻ പറയില്ല എങ്ങനെ ഇതിൽ ഞാൻ പറഞ്ഞു. ഇപ്പം ഒരു സിനിമയുടെ വലിയ ക്യാരക്ടർ പോസ്റ്റർ എൻ്റെ ഇത് ജിഷ എന്ന് പറഞ്ഞിട്ട് ചെയ്തു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ മൊത്തം വിചാരിക്കും ഞാൻ ഈ സിനിമയിൽ എന്തോ ഭയങ്കര റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല, ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ചെറുതു ചെയ്തു അങ്ങനെയുള്ളൊരു സംഭവം ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പല ഇൻ്റർവ്യൂവിലും ഇപ്പം നടക്കുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, നല്ല എന്താ പറയുക, നമ്മൾ ഭയങ്കര ഒരു സിനിമ എന്ന് പറഞ്ഞൊരു എൻ്റെ മനസ്സിലൊക്കെ ഒരു ഫാൻറ്റസി ആയിരുന്നു. കഴിഞ്ഞ 10-20 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. സിനിമയിൽ അതിന് താല്പര്യമില്ല, എനിക്കൊരു വിഷമം, ഒരു പേടിയൊക്കെ ആയിരുന്നു. എനിക്ക് എന്താന്നല്ല ഭയങ്കര ഒരു ഉൾവലിയലായിരുന്നു. 20 വർഷം ഉണ്ടായിട്ടും അതെ, സ്വന്തം ഹസ്ബൻഡ് സിനിമ എടുത്തിട്ടും എന്നിട്ട് പോലും എന്നിട്ടും നമ്മളാണ് അവർ വിളിച്ച് ചാൻസ് കൊടുക്കുന്നത്. അതെ അല്ലെ, സത്യം. അതെ, അത് അല്ല ദിലീപേട്ടൻ വിളിക്കാനിട്ടല്ല. ഡയറക്ട് ചെയ്തത് കഥയിലെ നായിക എന്നാണ്. സ്ക്രിപ്റ്റ് എഴുതിയത് നാദിർഷ, ഡയറക്ട് ചെയ്ത മേരാ നാം ഷാജി. ഓരോന്നിനോരോ ഇതുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അഭിനയിക്കുന്ന സിനിമ ഇങ്ങനെ ആയിരിക്കണം, അല്ലെ ഇങ്ങനത്തെ ഡയറക്ടറിനെ ചീത്ത പറയാൻ പാടില്ല, നല്ല ഡയറക്ടർ ആയിരിക്കണം, നല്ല പ്രൊഡ്യൂസർ ആയിരിക്കണം, നല്ല വീട്ടിൻ്റെ അടുത്തുള്ളവരായിരിക്കും, എൻ്റെ കൂടെ അഭിനയിക്കുക. ഇതൊന്നും ഒത്തിരി. അപ്പം എന്നെ എല്ലാവരും കളിയാക്കും. രാജേഷ് കടവന്തിരൊക്കെ പറയും എൻ്റെ പൊന്നേച്ചി ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ കാത്തിരിക്കുകയാണ്, നിങ്ങൾ മറ്റേ മൂക്കിൽ പല്ല് വരും പറഞ്ഞ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു പടം വന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടറാണ്. അതായത് പറഞ്ഞ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിങ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും ഇരുത്തിക്കൊണ്ട് പറയില്ല, ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞൊരു ഇത്രയും നല്ല നമ്മളെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് എനിക്ക് ഡയറക്ടറെ തോന്നിയിട്ടില്ല. കാരണം സരിക ഇങ്ങോട്ട് വരിക ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു നാടൻ രീതിയിലാണ്. ഞാനൊരു കൊയിലാണ്ടിക്കാരി ആയതുകൊണ്ട് പപ്പേട്ടനും നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരുടെ സെറ്റ് മൊത്തം. അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വടകര ഭാഷ ഉപയോഗിക്കുകയോ അല്ലെ ഭയങ്കര നാടനായിട്ട് അഭിനയിപ്പിക്കുകയോ ചെയ്തതല്ല. അതിലുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു. നമ്മൾ പറയാം തലതൊട്ടപ്പന അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആയി പോകുന്നു പറയണ പോലെ. സിനിമ സെറ്റ് ചെല്ലുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ടെൻഷൻ, ബലം പിടിച്ചിരുന്ന ആൾക്കാർ, ആവശ്യമില്ലാത്ത ടെൻഷൻ അല്ലെങ്കിൽ ഈഗോ, അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാവാം. എന്നാൽ പോലും ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുക്കുന്ന ഒരു സംഭവം കാണാറുണ്ട്. കോമഡി ഫീൽഡിൽ നിന്ന് വന്ന ഒരാൾ, അതായത് എപ്പോഴും ചിരി അറിയാലോ, നസീർക്കാർ മറ്റേ ആ കോമഡിക്കാരുടെ ഇടയിൽ നിന്ന് അത്ര ഞങ്ങൾ കമ്പനിയാണ്. സിനിമയിൽ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് മാറി. ആദ്യം കാലത്ത് ഒരു 7 മണിക്കൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആദ്യം ഒരു ബാക്ക്ഡ്രോപ്പിൽ ഒരു ചിരി പൊട്ടിച്ചിരി വെക്കും. ആളെ കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു.
ചിരി അതാണ് പറയുന്നത്, ചിരി റെക്കോർഡ് ചെയ്ത് വെക്കണം, നല്ല ചിരിയാന്ന് ഇപ്പം പറയാറുണ്ട്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ പൊതുവെ ഒരു എന്താ പറയുക, ഒരു ഓളം, ഒരു ഊർജ്ജം. ഫസ്റ്റ് ഭയങ്കര ഇതായിരുന്നു, ഫസ്റ്റ് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിൽ കണ്ട എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സംഭവം കൊള്ളാം. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇങ്ങനത്തെ ഒരു പടത്തിൽ എത്തിപ്പെട്ടല്ലോ ഞാൻ. അച്ഛൻ്റെ വേറൊരു സിനിമയിലാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ ചിലപ്പോൾ ചെയ്യാനൊരു പ്രശ്നം ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇതിലൊരു ഡാൻസ് ടീച്ചറായിട്ടാണ് എന്നെ വിളിച്ചൊരു ഡാൻസിൻ്റെ പോർഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ഒരു സ്റ്റേജ് പെർഫോമറാണ്, എനിക്ക് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും എനിക്ക് ഇഷ്ടം. അപ്പോൾ അതെന്തായാലും ഇതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തുടക്കം തന്നെ സിനിമയിൽ അഭിനയം എന്നൊരു സംഭവം ഇപ്പോൾ ഇല്ലല്ലോ, ബിഹേവിംഗ് ആണ് സിനിമ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിനയിച്ചോളൂ, ശ്വാസം പിടിച്ച് അഭിനയിക്കുന്ന സിനിമകൾക്കൊന്നും എന്താ പറയുക ഇപ്പോൾ യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് ബിഹേവ് ചെയ്യുക, പെരുമാറുകയേ വേണ്ടൂ. അപ്പോൾ അത് മിക്കവാറും ഇപ്പോൾ നമ്മളെ എന്നും കണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഇയാൾ എൻ്റെ അയൽവാസിയായിരുന്നോ, ഇയാൾ എൻ്റെ ചേട്ടനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധുവാണോ എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളാണ് ഓൾമോസ്റ്റ് അയ്യോ എല്ലാരും അങ്ങനെ വളരെ ഫ്രണ്ട്ലി കുറെ ചേച്ചിമാര് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഇതിൽ. ഇപ്പൊ മെയിൻ ആൾക്കാരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ, പക്ഷെ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ ചേച്ചിമാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ആൾക്കാരെ വേണ്ടി വന്നില്ല, നാട്ടുകാരാണ് വന്നത്. നാട്ടിലുള്ള 9 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 99 വയസ്സുള്ള അമ്മൂമ്മ വരെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, ഇതിനകത്ത് നായകനെ നിങ്ങൾ കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ശിവചേട്ടൻ പറയുമായിരുന്നു, നമ്മൾ അത്ര വലിയ ഹീറോസിലേക്കൊന്നും പോയില്ല, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ അവർക്കാണല്ലോ ചാൻസ് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റ്? അതെന്താ, ഈ കഥ എഴുതി വന്നപ്പോൾ ഈ കഥയിൽ അഭിനയിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് വലിയൊരു ഹീറോയിൻ്റെ ആവശ്യമില്ല ഒരിക്കലും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരുപാട് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു ആളല്ല ഈ നായകൻ. അപ്പോൾ നായകനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ, നാടൻ പണിക്ക് പോകുന്ന ഒരാൾ, അയാൾക്ക് ഭയങ്കര ബുദ്ധിയോ ഭയങ്കര സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾ തേടിയപ്പോൾ വലിയ സിനിമ അറിയാമല്ലോ, കോടികളും ഒക്കെ ചോദിക്കുന്ന ഇടയിൽ നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല, നമുക്ക് കഥയാണ് പ്രധാനം. അപ്പോൾ കഥയ്ക്ക് അനുസരിച്ചൊരു നായകനെ കണ്ടെത്തുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രശാന്ത് മുരളിയെ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിയ ഫൈസൽ ഇങ്ങനെ ഒരാളുടെ കൊള്ളാമോ, അതിൽ അയാൾ അഭിനയിച്ചു ടെലിഫിലിം കാണിച്ചു, അപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അയാൾ വളരെ ഫ്രീ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക അഭിനയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അഭിനയം എന്ന് പറഞ്ഞ സംഭവം വേണ്ടല്ലോ, ബിഹേവിംഗ് അല്ലേ. അങ്ങനെ ഒരു ടെലിഫിലിം പുള്ളി കാണിച്ചപ്പോൾ ഞാൻ പറയും ഇതിൻ്റെ വേണ്ടത്, നമുക്ക് പുള്ളിയെ സമീപിക്കാം എന്ന് പറയുന്നു. ഞാനും പ്രൊഡ്യൂസറും പോയിട്ട് പുള്ളിയെ കാണുന്നു, സംസാരിക്കുന്നു, കഥ പറയുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു, പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ്. ഓക്കെ, എന്തായാലും സരിക ചേച്ചി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചേച്ചിയുടെ ഫസ്റ്റ് പടമാണ് എന്നെ മറ്റേ തട്ടിമുട്ടിലെ ചേട്ടൻ വിളിച്ചിട്ട് സരിക ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ, കാരണം സരികയുടെ ഒരു ഓഡിയോ ലോഞ്ചിന്റെ താഴെ ഇങ്ങനെ എഴുതി കാണിച്ചിരിക്കണു കലാഭവൻ സരികയുടെ ആദ്യത്തെ ചിത്രം, അത് ആരോടോ തെറ്റി പറഞ്ഞു ഏതാണ് സരിക, അതും തിരുത്തി. ഞാൻ പറഞ്ഞു ചേട്ടാ അത് തെറ്റി, പിന്നെ ഞാൻ പറയില്ല ചേട്ടാ ഇതെന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല, സിനിമയാണ്. പിന്നെ ഞാൻ അഭിനയിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ചെസ്സിൽ നാദിർഷൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആരോടും അങ്ങനെ പറയില്ല. അതൊരു ഡാൻസർ, ഞങ്ങൾ കലാഭവനിലായിരുന്നു ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് ഭാവനന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ കുറച്ച് പേര് എന്നാ വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നമുക്കൊരു സിനിമയിൽ അഭിനയിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. ക്യാരക്ടറായിട്ട് ഒരു ജിഷ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് വയസ്സ് എത്രയും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക്? എനിക്ക് അതാണ് കാരണം. എന്താ വെച്ചാൽ എന്താ പറയാ, ഇത്രയും കാലമായിട്ട് ഞാൻ എന്നെ ഇതുവരെ എന്താ പറയുക തിയേറ്ററിൽ വെച്ചിട്ട് എന്നെ കണ്ടിട്ടില്ല, ടി വിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട് ഒരു, പക്ഷേ അപ്പം പോലും എനിക്കൊരു അഭിനയിക്കാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ മേരാനാം ഷാജിയിൽ കോഴിക്കോട് ഭാഷയായിരുന്നു മയൂരിക്ക്, അപ്പം ഡബ് ചെയ്യാൻ കുറച്ച് മൈഥിലിക്ക്, അപ്പം ഡബ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പോയി ഡബ് ചെയ്തത്. അപ്പം അത് ചെയ്തു. അപ്പം ഞാൻ തിയേറ്ററിൽ എൻ്റെ ശബ്ദം തന്നെ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കണ്ടാ അതെ. അപ്പോഴും എനിക്ക് ഫ്രണ്ടിൽ വരണം അഭിനയിക്കണം എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നു, ഭയങ്കര ഒരു മടിയും ചമ്മലൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു പടം കൊണ്ട് എനിക്കുണ്ടായ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഇനി എനിക്ക് പടം അഭിനയിക്കാൻ എന്താ പറയാ ഇൻട്രസ്റ്റ് ആയി. ഫുൾ ക്രെഡിറ്റും പപ്പൻ പറ്റ ഓൾ ടീമിന്. അല്ല അത് എന്താ പറയാ, ഇപ്പൊ സരികയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വരുന്നു, നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്നു, വളരെ വളരെ ഈസി ആയിട്ട് ഒരു 25 പടത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസോട് കൂടിയാണ് അഭിനയിക്കുന്നത്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കോമഡിക്കാരുടെ കൂടെയുള്ള ഈ പറഞ്ഞ പോലെ കോട്ടയം നസീർക്കട്ടി, ചേട്ടൻ, പാക്രു ചേട്ടൻ, പ്രചോദേട്ടൻ, അല്ലെങ്കിൽ തെസ്നി ചേച്ചി, സുബി ചേച്ചി, ഇവരുടെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ അവരൊക്കെ കണ്ടാണ് വരുന്നത്. അപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
TV-യിൽ കുറേ പ്രോഗ്രാം ചെയ്യുക, സ്റ്റേജ് ഷോ. അപ്പോൾ എനിക്ക് അത് ഡെയിലി ഉണ്ട്. അപ്പോൾ സിനിമയിൽ നമുക്കൊരു ചാൻസ് വരുമ്പോൾ നമ്മൾ അവിടെ പോയി അഭിനയിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എനിക്ക് പറ്റില്ല. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇത്. പക്ഷേ പിന്നെ എല്ലാവരും എന്തോ ഒരു ലൈഫിൽ ഞാൻ എന്തോ ഒരു തെറ്റൊക്കെ ചെയ്ത പോലെ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, അയ്യോ പിന്നെ എന്തിനാ ജീവിക്കണം. സിനിമയിൽ അഭിനയിച്ചില്ല, പിന്നെ സിനിമയിൽ അഭിനയിച്ചില്ല അങ്ങനെ ജയിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പോലീസ് പിടിക്കോ? അല്ല, അഭിനയിച്ചിട്ടില്ല അല്ലേ, ഇജ്ജ് ഇതുവരെ സിനിമ കേറിയിട്ടില്ല. കേറിയില്ലേ? ഇപ്പൊ ഈ വിവാഹം കഴിച്ചവരോട് കുട്ടികളില്ല അല്ലെ രണ്ടാമത്തെ കുട്ടികളെ ചോദിക്കുന്ന അവസ്ഥയാണ് നാട്ടുകാർക്ക്. അപ്പൊ സത്യം പറയണെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അഭിനയിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ, ഇനിയിപ്പോ എങ്ങനെയാണ് സിനിമയിൽ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കും. അതാ ഞാൻ പറഞ്ഞ ഫുൾ ക്രെഡിറ്റ് ഇതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരും കേട്ടോ. ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവരെ പോലെ തന്നെ വേറെ ഒരുപാട് നല്ല കാസ്റ്റുകളുണ്ട് ഇതിനകത്ത്. നമ്മുടെ രമ്യ ചേച്ചിയുണ്ട്, ചിത്രയുണ്ട്, മരീന മൈക്കിളുണ്ട്. എങ്ങനെയാണ് അപ്പം അവരെയൊക്കെ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, അവരൊക്കെ ഇതുപോലെ തന്നെ അവർ ഈ കഥാപാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമുക്ക് നേരത്തെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് കണ്ടത്. അല്ലാതെ ഒരു നായികയെ ഇങ്ങനെയൊക്കെ ആവണം എന്ന് കരുതിയിട്ടില്ല. നമ്മൾക്ക് കഥക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ളത് അവരെ അന്വേഷണങ്ങൾ പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും, മറീന മൈക്കിളാവട്ടെ, രമ്യ സുരേഷ് ആവട്ടെ, അരിസ്റ്റോസ്, എല്ലാവരും ഈ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും കഥക്ക് അനുയോജ്യരാണ് ഇവരൊക്കെ. അതാണ് അതിൻ്റെ വിഷയം. സരി ചേച്ചി, സ്കിറ്റുകൾ ചെയ്യുന്നതും അഭിനയിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഈ സ്കിറ്റ് ചെയ്യുന്നവർ പിന്നീട് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിച്ചിട്ട് പിന്നെ സിനിമയിലൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു സാധനം വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട്. കാരണം ഞാനൊക്കെ വന്ന സമയത്ത് പറഞ്ഞാൽ നമ്മള് ഒരു സ്കിറ്റിൽ ഒരു ഞെട്ടലൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു ശൈലി. അതാണ്. അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു പഞ്ചിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ട് സ്റ്റേജിൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും ഒരു ഉത്സവ പറമ്പിലൊക്കെയാണ് അത്രയും ഉറക്കെ സംസാരിച്ച് അത്രയും മറ്റേ തലയൊക്കെ വെട്ടിച്ചാൽ അവർക്ക് അങ്ങോട്ട് അത് കാണാൻ പറ്റും, കണ്ണൊക്കെ തെറിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഭയങ്കരമായിട്ടൊരു പിടുത്തം സിനിമയ്ക്ക് വേണം. പ്രത്യേകിച്ച് ഞാൻ സ്റ്റേജിന് വേണ്ടിയിട്ട് നല്ല, ഞാൻ അല്ലാണ്ട് തന്നെ സംസാരിക്കുമ്പോൾ എൻ്റെ 2 കൈകളും കാലുകളും കണ്ണുകളും ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്ന് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല പിന്നെ എനിക്ക് വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ വേറൊരു ഇൻട്രസ്റ്റ് തോന്നിയ വെച്ചാൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൽ തന്നെ ഒരു കുടുംബശ്രീൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫൈസൽ മാഷ് വന്ന് ഡയലോഗ് പറഞ്ഞൊരു ഫൈസൽ മാഷ് എനിക്കൊരു പ്രയോജനം നല്ലൊരു ശരിക്കും ഒന്ന് നോക്കണേ. അപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഓക്കെ അപ്പോൾ ഈ ചേച്ചിമാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുകയാണേ. ഞാൻ അവരെ പറയിപ്പിച്ച് അവരെ അഭിനയിക്കുന്നുണ്ടപ്പോഴേ ഇതെന്താ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിത് പറയണോ അഭിനയിക്കണോ. ടേക്കിൽ ചിലപ്പോൾ ഇവർ അഭിനയിക്കുമായിരിക്കും, ഇപ്പോൾ അവർ വെറുതെ പറഞ്ഞു നോക്കുമായിരിക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ടേക്കിൽ ഇവർ ഭയങ്കര കുറേ ചേച്ചിമാരൊക്കെ മാതൃഭൂമിയും അറിയുമ്പോൾ ചേച്ചി അല്ല വിളഞ്ഞപ്പോഴാണ് വന്ന അപ്പം ഞാൻ അയ്യോ ഇതാണ് അഭിനയം. അപ്പം ഞാനിവിടെ കിടന്ന് ഭയങ്കര അങ്ങോട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സാധനം അങ്ങോട്ട് കയറി വരുമല്ലോ. അപ്പോൾ അതല്ല, ഇവരെന്ത് നാച്ചുറലായിട്ട്. അപ്പോൾ എനിക്കത് കണ്ട് പഠിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിയും സിനിമകൾ അഭിനയിക്കുമ്പോൾ നമുക്ക് കുഞ്ഞു എനിക്കൊക്കെ ഉള്ള മൈന്യൂട്ട് കാര്യങ്ങൾ തിരുത്താൻ പറ്റുന്നൊരു മേഖലയും കൂടിയാണ്. അതായത് ഇനി അങ്ങോട്ട് സിനിമയിൽ നിൽക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ സിനിമ. ചേച്ചി ഇവിടെ കിട്ടിയിട്ട് ഒരു പാട്ട് പാടിക്കാൻ അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം എന്റെ എല്ലാ ടൈപ്പ് മറ്റേ ഗായികമാരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതും അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സിനിമ ഒരു നല്ല പാട്ടുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ സിനിമേന്റെ നല്ല പാട്ടുകളാണ്. അതെന്താ അറിയാം, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 5 പാട്ടും കാലത്ത് 9 മണിക്ക് ട്യൂൺ പറയുന്നു. ഞങ്ങൾ ഇരുന്ന് ഞാനും പ്രൊഡ്യൂസറും കൂടി ഇരിക്കുന്നു. വയ്യല്ലോ, പ്രശ്നം അറിയാമല്ലോ, ഒരു പ്രശ്നമൊക്കെ ഉള്ളു. സ്റ്റോക്കൊക്കെ വന്നതിന് ശേഷം ഇച്ചിരി വയ്യാക്കി ഉണ്ട്. എന്നാലും വലത് വേനൽ പേന പിടിച്ച് ഇലക്ട്ര ഹെഡ് ഇങ്ങനെ വെച്ചിട്ട് പുള്ളി പ്രൊടാന്ന് എഴുതുകയാണ്. ട്യൂണിനനുസരിച്ച് വളരെ വിദഗ്ധമായി അമ്പരന്ന് പോയി. ഞാൻ സത്യം പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് എഴുതുന്നു. 5 പാട്ട് 4.5 മണിക്ക് തരികയാണ്. പിന്നെ ഈ ഒരു ട്യൂണ് നമുക്കൊരു പാട്ട് ഇഷ്ടപ്പെടുന്നത് 2-3 പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു ഈ ഒരു ട്യൂണ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ഇവരോട് പറയുമ്പോൾ ഈ ഓക്കെ ഇവർ പറയണമെങ്കിൽ നമ്മളെക്കാട്ടും മുന്നേ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഒരു പൾസ് ഇവർക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇതിലെ ഒരു പാട്ട് ഒരു 4 വരി പാടാം. പൊയ്യപ്പളത്തക്കാരത്തിന് താടിക്ക് കൈയും വെച്ച് കട്ടായം പറയണ പെണ്ണ് സ്വത്താണെന്ന്
കാടും മലയും കടന്ന് നാട്ടാരുടെ ഏഷണി നീങ്ങി മുണ്ട് മുറുക്കിയെടുത്തവൻ താളം പാടി ബേജാറായോടിയ ലോകം ആറാടിയ കാഴ്ചകൾ കണ്ട് തക്കാളിക്കറിയും വെച്ച് ചോറുണ്ടാക്കി ബേജാറായാടിയ ലോകം ആറാടിയ കാഴ്ചകൾ കണ്ട് തക്കാളിക്കറിയും വെച്ച് ചോറുണ്ടാക്കി പൊയ്യപ്പള തക്കാരത്തിന് താടിക്ക് കയ്യും വെച്ച് കട്ടായം പറയണ പെണ്ണ് സ്വത്താണെന്ന്. ഇത് നേരത്തെ അറിയില്ല, പാടിച്ചേനെ. അപ്പൊ ഇനി സിനിമയിൽ അഭിനേത്രിയായിട്ടും ഗായികയായിട്ടും ഒക്കെ മിനി സ്ക്രീനിലും ഡാൻസറായിട്ടും ഒക്കെ എല്ലായിടത്തും നിറങ്ങി നിൽക്കട്ടെ. സിനിമ ഈ ഒരു മധുരം പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ മധുരം പോലെ തന്നെ നല്ലൊരു ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാത്താൻ കേസുകൂടെ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു കഥാപാത്രം അവതരിപ്പിച്ച ആർട്ടിസ്റ്റാണ് ചിത്ര നായർ. ആ സിനിമയിൽ സുമലത എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു ചിത്ര ചെയ്തത്. ആൻഡ് ഈ സിനിമയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചിത്ര കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിത്ര എങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് വന്നത്, അതുപോലെ തന്നെ ചിത്രയുടെ മറ്റ് കുറച്ച് വിശേഷങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. മലയാള സിനിമയിൽ ഇപ്പം ഹീറോയിനായിട്ടും അതേപോലെ തന്നെ ക്യാരക്ടർ റോൾസും ഒക്കെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പോഴാ ജൂനിയർ ഉർവശി ചേച്ചി ഇല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ചിത്ര അവിടെ ഉണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ചിത്ര ആക്ച്വലി ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റായതിനു ശേഷം ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്ത് അടുത്ത സിനിമ ഇറങ്ങുന്നത് ഒരു പക്ഷേ ഫസ്റ്റ് ടൈം ആണോ അതേം തോന്നുന്നു. അങ്ങനെ വരികയാണ്. ഒത്തിരി ലോങ് പേരാണ്. പ്രണയ സുരേഷ് ഏട്ടന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അത് തന്നെ, സുരേഷ് ഏട്ടന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയില് ഷൂട്ടൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം അതിനി റിലീസിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തത്. അതിൽ നല്ലൊരു നായികാവേശമുണ്ട്. എന്താണ് അപ്പോൾ ഇനി ഫ്യൂച്ചർ ഒരു എക്സ്പെക്ടേഷൻസ്, ഇനി കരിയർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ്? സിനിമയിൽ ഈവൺ ഒരു ആക്ടറിന്റെയോ ആക്ട്രസിന്റെയോ കൂടെ ഫോട്ടോ എടുക്കാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ കാരണം ഞാൻ കാസർഗോഡ് നീലേശ്വരത്ത് എൻ്റെ വീട്. കാവ്യ സ്ഥലം കാവ്യ ചേച്ചിയുടെ എടുക്കുന്ന ഉള്ളിലോട്ട് ഒരു ഗ്രാമം, കുന്നും മലയോര ഗ്രാമം എൻ്റെ നാട്. സ്ഥലത്തിന്റെ പേര് കുന്നുംകൈ എന്നാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു ഫിലിമിലേക്ക് എൻട്രി ആവാന്ന് വെച്ചാൽ സ്വപ്നം കാണുന്നതിന് തുല്യ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓഡീഷന് പോയി. അങ്ങനെ നമ്മുടെ നാട്ടിലും അതുപോലെ ഓഡീഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മൊത്തം കാണുന്ന, നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ തൊണ്ടി മുതലും ആ മൂവിയൊക്കെ വന്നതിന് ശേഷം നമ്മളെ സ്ലാങ്ങും പോപ്പുലറായി. അപ്പോൾ ഒരുപാട് സിനിമ വരാൻ തുടങ്ങി. അങ്ങനെ ഓഡീഷൻ കാസ്റ്റിംഗ് കൂടെ അയക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ഈ പറഞ്ഞ പോലെ നായിക എന്നൊന്നും അങ്ങനത്തെ ഒന്നും ഒരു ചിന്ത പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഓഡീഷൻ ഇറങ്ങുമ്പോൾ അച്ഛാ പൈസ തരുമോ പോയി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു തമാശയായിരുന്നു. എൻ്റെ ആഗ്രഹത്തിന് സപ്പോർട്ടായിരുന്നു ഫാമിലി. പക്ഷേ ഇത് കിട്ടുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതാവുന്നില്ല. അപ്പോൾ പോയി അങ്ങനെ സെലക്റ്റായി. ഈ നാത്താൻ കേസോടെ തന്നെ ഞാൻ ഫസ്റ്റ് ദിവസം കാണാൻ പോയിട്ടില്ല. ഞാൻ അതിലുണ്ടോ എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് അറിയില്ലല്ലോ എങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ല എനിക്ക് അറിയുന്നില്ലല്ലോ. ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്തു വന്നല്ലാതെ എനിക്ക് അറിയില്ല അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് അറിയില്ല. ഞാൻ കണ്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ തിയേറ്റർ ഷോർട്സ് എല്ലാം എനിക്ക് അയച്ചപ്പോൾ ഞാൻ അതിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ഞാൻ അങ്ങനെ പിന്നെ അത് കണ്ടതിന് ശേഷം പിന്നെ വേറെ ഒരു മൂവീൻ്റെ ടൈമിൽ നമ്മളെ ഈ സിനിമേൻ്റെ മേക്കപ്പ് മാൻ ജിത്തുവേട്ടൻ അങ്ങനെ ഇതിലേക്ക് വിളിച്ചേ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ സിനിമ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പെട്ടിയും കിടക്കെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല. ആഗ്രഹമില്ല വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഫസ്റ്റ് മൂവിയിൽ നിന്ന് എനിക്ക് കിട്ടി. അതായത് ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും ആൾക്കാർക്ക് ഇത് അതല്ലേ, അങ്ങനെയല്ല, ഇത് അതിൽ ആ ക്യാരക്ടർ ചെയ്ത ഒരാളല്ലേ, ഏത് സിനിമ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ സുമലത വരുന്ന ഞാൻ അറിയുന്നില്ല, അങ്ങനെ ചിന്തിച്ചു. അപ്പൊ അത് എൻ്റെ ഒരു ആഗ്രഹത്തിനൊത്ത് ദൈവം എനിക്കതൊരു തന്നു. അതിന് ശേഷം പിന്നെ ആഗ്രഹം ഈ ഷിജുവേട്ടനോട് ഈ സിനിമയിലൂടെ വന്നു. വയസ്സ് എത്രയായി ഇതുപോലെ അറിയില്ലായിരുന്നു എങ്ങനെയാ ആ ക്യാരക്ടറിലേക്ക് എനിക്ക് ത്രൂട്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ. ഈ പറഞ്ഞ ഉർവശി ചേച്ചി ഇതെല്ലാം ഞാൻ എൻ്റെ ഫേവറേറ്റ് വേണ്ട ഉർവശി ചേച്ചി, കൽപ്പന ചേച്ചിയൊക്കെ. അപ്പോൾ
അവര് കോംപ്ലിമെന്റ് എല്ലാം വെച്ചെന്നാ വെച്ചാൽ അതൊന്നും അതിന്റെ ഒരു ശതമാനം പോലും അല്ലെങ്കിൽ ഒരു കട്ട് എവിടെയെങ്കിലും വൈറലാവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോ ആ സിനിമയും കൂടെ ഇറങ്ങാൻ പോവാണ്, ഇനിയിപ്പോ ആ ഒരു സൈഡിലേക്ക് എന്തായാലും ആൾക്കാർ ശരിക്കും ഉള്ളിൽ പിക്ചറൈസ് ചെയ്യും ചിത്രമെന്ന് എനിക്ക് തോന്നുകയാണ്. ചിത്ര അടിപൊളി ആക്ടർ. ആ പിന്നെ തീർച്ചയായും രമ്യ ചേച്ചി പറയുമ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായി തോന്നി. ഇവർക്ക് ഭയങ്കര ഇതെല്ലാം നമ്മള് സിനിമയിലെല്ലാം കണ്ട ആൾക്കാര്, പാവങ്ങളുടെ ഫഹദ് ഫാസില് ഇവരൊക്കെ നേരിട്ട് ഇവരെ കൂടെ ഫഹദ് ഫാസില് ദുൽഖറിന്റെ പോലെ മൂക്ക് ഇങ്ങനത്തെ മൂക്ക് ഫഹദ് ഫാസിലിന്റെ മാതിരി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടല്ലോ ആ സിനിമയിൽ എനിക്ക് അങ്ങനെ വലിയ രാജേഷ് ഏട്ടാ നാട്ടിൽ അറിയുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഇതിൽ കുറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം എൻ്റെ വലിയ ആക്ടേഴ്സാണ്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായത്. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം മാറി. രമേശാണെങ്കിലും ഞാൻ കണ്ട ഈ അമ്മച്ചി മറ്റേ എന്താ പറയണ്ടേ അമ്മമ്മ ലുക്ക് എന്നെല്ലാം വന്ന് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റിലല്ലോ. ഇത് കാണുന്നില്ല ഇപ്പൊ അങ്ങനെ വന്ന് എല്ലാം പറഞ്ഞു തരും. അതുപോലെ എല്ലാം പ്രശാന്തേട്ടനും ഭയങ്കര എന്താ പറയണ്ടേ ഭയങ്കര ഹ്യൂമർ സെൻസ് ഭയങ്കര ചില്ല അതെല്ലാം പറഞ്ഞു തരും. അപ്പൊ അതിനോട് ഞാൻ വെച്ചു ഇല്ല ഞാൻ ഫുള്ള് തീരുന്നവരെ ഉണ്ടാവുന്നില്ലേ ഒരു അതുപോലെ നായിക അങ്ങനെയല്ല, നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരാഗ്രഹം തന്നെയായിരിക്കും.